ഹലോ ഹായ് നമസ്കാരം. ആർ യു വെർജിൻ? നമ്മൾ ഈ ചോദ്യം ആദ്യമായിട്ട് ഒരു മലയാള സിനിമയിൽ കേൾക്കുന്നത് ഹണീബി എന്ന് പറയുന്ന സിനിമയിലാണ്. വിജയ് ബാബു അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഭാവന അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് പെണ്ണ് കാണാൻ വന്നിരിക്കുമ്പോൾ അവരുടെ ആദ്യത്തെ സംസാരമാണ്. അയാൾ ആദ്യം ചോദിക്കുന്ന ചോദ്യവും അത് തന്നെയാണ്. അതിനുശേഷം ഒരുപാട് പേര് ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം അന്വേഷിച്ച് പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ചോദ്യം മലയാളികൾ പൊതുവേ ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ, പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ പോകുമ്പോൾ അങ്ങനെ ചോദിക്കുകയെ, പിന്നീട് അങ്ങോട്ട് കുറേ സിനിമകളിൽ നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം. ആൻഡ് ഇന്ന് നമ്മളിപ്പോൾ വെർജിനിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു റീല് കണ്ടു. ആ റീല് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ സ്ത്രീകളെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ ആറാടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്തരം കമൻസിനൊക്കെ വലിയ വെൽക്കമിംഗ് ആണ് കിട്ടുന്നത്. അതത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല, ആ റീലിൽ നമ്മൾ രണ്ട് വശവും സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ വെർജിനിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ആ റീല് കാണാം, അതിനുശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ നിന്നെ ജഡ്ജ് ചെയ്യാൻ വന്നതോ ഒന്നുമല്ല. എന്റെ ലൈഫിൽ നിന്റെ ഇഷ്ടമാണ്, ശരിയാ. പക്ഷെ വെർജിനിറ്റി എനിക്കൊരു വലിയ കാര്യം തന്നെയാണ്. സീരിയസ്ലി ശരിക്കും ഈ ജനറേഷൻ ഉള്ളതെന്നാണോ നിനക്ക് പറയാൻ പറ്റും? നമ്മുടെ ചുറ്റൂടുള്ള ആൾക്കാർ വെർജിനാണോ അല്ലയോ എന്നുള്ളത് നീയൊക്കെ കുറച്ചൊന്ന് പ്രാക്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യും. ഇത് നീ തേങ്ങി പറയണം, നീ ഇതൊക്കെ നോർമലൈസ് ചെയ്യാണോ? നമുക്ക് ചുറ്റും ആൾക്കാർ വെർജിനാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്റെ പാർട്ട്ണർ വെർജിനാണെന്നുള്ള എന്റെ ആവശ്യമില്ല, കാരണം ഞാൻ വെർജിനാണ്. സോ അതെനിക്ക് ചോദിക്കാൻ ഒരു നാണക്കേടില്ല. അതാണ് നീ മനസ്സിലാക്കി. എടാ, നീ എവിടെ ഉദ്ദേശിക്കുന്നത്? എന്റെ പാസ്റ്റ് അങ്ങനെ ഒരു കാര്യം നടന്നുപോയി, അതിനകത്ത് എനിക്ക് ഫ്യൂച്ചർ ഇല്ലെന്നാണോ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അത് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. എടി, നീ തെറ്റായ ഒരാളാണെന്നോ എനിക്ക് ഫ്യൂച്ചർ ഇല്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീനോട് ഇഷ്ടമെന്ന് പറഞ്ഞു, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിന്നെ പോലത്തെ ഒരാൾ നിനക്ക് ഫ്യൂച്ചർ നിനക്ക് കിട്ടും. എന്തായാലും ഞാൻ വെർജിനാണ്. സോ എന്റെ പാർട്ട്ണർ എനിക്ക് വെർജിനായിരിക്കും, അതെനിക്ക് മസ്റ്റാണ്. അതാണ് നീ മനസ്സിലാക്കി. ഇതിന്റെ പേരിൽ നീ എന്നെ തന്തയെന്നോ പഴയ ജനറേഷനിലാണെന്നോ എന്താണ് ഞാൻ വിളിച്ചോ, എനിക്കിതൊന്നും നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനിലാണെങ്കിലും എനിക്ക് പറ്റില്ല. സോറി, അത് എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതങ്ങനല്ല. എന്തായാലും ഇപ്പറഞ്ഞ നന്നായി. നമ്മൾ കമ്മിറ്റഡ് ആയ ശേഷം ആണെങ്കിൽ ഇത് നമുക്ക് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ആയി തന്നെ. എനിവേസ്, നമുക്ക് നല്ലൊരു ഫ്രണ്ട്സ് ആവാടി, നല്ല ഫ്രണ്ട്സ് ആവാം. 79,000 മുകളിൽ ഷെയർ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന സമയത്ത് ഷെയർ വന്നിട്ടുള്ളൊരു റീലാണിത്. ഇതിനകത്ത് പോസിറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്, ഇവർ ഈ റീൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. അവൾ ഇഷ്ടമാണെന്ന് പറയുമ്പോഴേ അവൻ ഈ കാര്യമൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു മുൻ ജനറേഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കാത്ത കാര്യം ചില സമയത്ത് ഒന്നും തന്നെ ചോദിക്കാറില്ല. അവനവൻ്റെ പ്രിഫറൻസുകൾ എന്തൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങൾ എന്താണ്, ഇതുപോലും ചോദിക്കാറില്ല. പക്ഷേ അത് ചോദിക്കുമ്പോൾ പോലും നമ്മൾ വിട്ട് കളയുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രിഫറൻസുകളുണ്ട് ലൈഫിൽ, പ്രത്യേകിച്ച് സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട്, സെക്ഷൽ പ്രിഫറൻസുകളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത്, ആ ചോദ്യത്തിന് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള മറുപടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത്, അതൊക്കെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. ആ പയ്യൻ തന്നെ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലേ അറിഞ്ഞത് നന്നായി, അല്ലെങ്കിൽ പിന്നീട് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഈ കോൺവെർസേഷൻ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പയ്യൻ പറയുന്ന അവൻ്റെ വാദങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ആ പെൺകുട്ടി അവനെ ഡീൽ ചെയ്തതിൽ, അല്ലെങ്കിൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ചില പദപ്രയോഗങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇവർ ഈ പറഞ്ഞ വെർജിനിറ്റി, അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്താണ് വെർജിനിറ്റി? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ലാത്ത അവസ്ഥയാണ് വെർജിനിറ്റി എന്ന് പറയുന്നത്. അത് പല കൾച്ചറൽ അവസ്ഥകളനുസരിച്ച് മാറിയൊക്കെ ഇരിക്കും. പെണ്ണിൻ്റെ ശരീരം കണ്ടാൽ തന്നെ വെർജിനിറ്റി പോയി എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ കണ്ടാ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സ്പർശനം മുതൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് വരെ ഈ പറയുന്ന വെർജിനിറ്റി എന്ന് പറയുന്ന ടേമിനെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രശ്നം എവിടെ ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർജിനിറ്റി പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള തെളിവ് ഉള്ളത് സ്ത്രീയുടെ ശരീരത്ത് മാത്രമാണ്. പുരുഷൻ, ഇപ്പം ഞാൻ വെർജിനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ വെർജിനാണ്, അല്ലെങ്കിൽ വല്ല വീഡിയോ ക്ലിപ്പ് ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാലും എൻ്റെ വെർജിനിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ സ്ത്രീയുടെ ശരീരത്തിൽ വെർജിനിറ്റിക്കുള്ള തെളിവുണ്ട് എന്നാണ് ലോകമെമ്പാടുള്ളൊരു വിശ്വാസം. അത് ശാസ്ത്രീയമായി അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും ഇന്നും അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിനുള്ളിൽ കന്യാചർമ്മം എന്ന് പറയുന്നൊരു പ്രതലമുണ്ടത്രേ.
ആദ്യമായി അവളൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാകുമ്പോൾ ആ പ്രതലം പൊട്ടുകയും അതിൽ നിന്ന് രക്തം വരികയും ചെയ്യും. അങ്ങനെ രക്തം വരാത്ത പക്ഷം അവൾ ഇതിനു മുമ്പ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പോഴും പിന്തുടരുന്ന ആളുകളുണ്ട്. ആ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ രക്തം വന്നില്ല എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ സ്വന്തം വീട്ടുകാരാലും ഭർത്താവിൻ്റെ വീട്ടുകാരാലും നാട്ടുകാരാലും ഒക്കെ ഏറ്റവും മോശം അവസ്ഥയിൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള നിരവധി ജന്മങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന കന്യാചർമ്മം എന്ന് പറയുന്ന പ്രതലം ഉണ്ടല്ലോ, അതിനെ ഹൈമൻ എന്നാണ് വിളിക്കുക. അതിനെക്കുറിച്ചൊരു ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരട്ടെ. ഈ ഹൈമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. എല്ലാവരുടെയും വിചാരം അത് എന്തോ ഒരു വലിയൊരു ചർമ്മം, ഈ ചർമ്മം എന്നുള്ള പേര് വരുമ്പോൾ തന്നെ സ്കിന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, അതിൻ്റെ നടുക്കൊരു ചെറിയ ഓട്ടയുണ്ട്, പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്ത്രീ വേർജിൻ അല്ല, കന്യകയല്ല എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെയും കൺസെപ്റ്റ്. ശരിക്കും അങ്ങനെയൊന്നുമല്ല. സത്യത്തിൽ കന്യാചർമ്മം എന്ന് പറഞ്ഞത് ഈ വജൈന കുഞ്ഞുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വജൈന ഡെവലപ്പ് ചെയ്യുമ്പം 2 തരത്തിലുള്ള സെൽസിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മുടെ ഓരോ കോശങ്ങളിൽ നിന്നാണല്ലോ നമ്മുടെ ഓരോ അവയവങ്ങളും ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ വജൈന 2 തരം കോശങ്ങളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നത്. അതിൻ്റെ താഴത്തെ 1/3 ഒരു കോശവും ഒരു ടൈപ്പ് ഓഫ് സെൽസും, മുകളിലത്തെ 2/3 വേറൊരു ടൈപ്പ് ഓഫ് സെൽസുമാണ്. ഈ രണ്ടിൻ്റെയും ജംഗ്ഷനാണ് ഹൈമൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനിക്കുമ്പം കുട്ടിക്ക് ഒരു ചെറിയൊരു പാട പോലെ ഇങ്ങനെ അവിടെ ഒരു കാണാൻ പറ്റും. വജൈനൽ ഓപ്പണിങ് നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഒരു പാട പോലെ ഇങ്ങനെ വരണം. പക്ഷേ ഇത് ഒരു ഓർഗൻ അല്ല, ഒരു അവയവമല്ല. അവയവമാണെങ്കിലേ നമ്മൾ വളരുന്നതിനനുസരിച്ച് അവയവം വളരുമല്ലോ. അത് വളരുന്നില്ല. അതൊരു റെമനന്റ് എന്ന് പറയും, ബാക്കി നിൽക്കണ ഒരു സാധനമാണ് ആ 2 ഏരിയൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ ഈ കുട്ടി വളരുമ്പോൾ കുട്ടിയുടെ വജൈനയും വളരുമല്ലോ. വജൈന വളരുന്നതിനനുസരിച്ച് ഹൈമൻ വളരുന്നില്ല. ഹൈമൻ തന്നെ വരുന്നത് ഹൈമൻ വലിയുമ്പോൾ തന്നെ വരുന്നത് സ്ട്രെച്ച്ഡ് ആകുമ്പോൾ അത് ചെറുതായി അവസാനം പലപ്പോഴും പലർക്കും ചെറിയ കുഞ്ഞു ടാഗ്സ് പോലെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ സ്വയം നിങ്ങളുടെ ഫിംഗർ ഇട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അവിടെയെങ്കിലും ഒന്നും ഒരു സംഭവം ഇല്ല. അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടും, ഓടും, ചാടും, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിലും അവർ ഏർപ്പെടും അല്ലേ, സ്പോർട്സ് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ചെറിയ ടാഗ്സ് പിന്നെയും പൊട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ ബ്ലീഡിങ്ങോ പ്രശ്നമോ ഒന്നും ഉണ്ടാവണില്ല, കാരണം അവിടെ ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ല അവിടെ. ആക്ച്വലി എല്ലാവരും പറയോ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവണം. ആ ബ്ലീഡിങ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? വജൈനയിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ മുറിവുകളും കൊണ്ടും ഓരസൽ കൊണ്ടും ഒക്കെ ഉണ്ടാവുന്നത്, അല്ലാണ്ട് ഹൈമൻ പൊട്ടിയിട്ടൊന്നും ഉണ്ടാവുന്നതല്ല. അത് വെറും ഒരു മിസ്കൺസെപ്ഷനാണ്. അതായത് കന്യാചർമ്മം ആണ്, അത് കന്യകയ്ക്കുള്ള ലക്ഷണമാണ്, അങ്ങനെ ഒരു ഇതില്ല. ഇന്നത്തെ ഒരു ജീവിത രീതി വെച്ച് നോക്കുമ്പം എല്ലാവരുടെയും ഈ ഹൈമൻ പൊട്ടിയായിരിക്കും ഇരിക്കുന്നത്. ചെറിയ കുഞ്ഞു ബിറ്റ്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, വളരുമ്പോൾ അത് വലിഞ്ഞു അതങ്ങ് ഇല്ലാതായി പോവുക ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട്. ശാസ്ത്രീയമായി ഇത്രയധികം അറിവുകളുള്ള കാലത്തും വെർജിനിറ്റിയുടെ പേരിൽ സ്ത്രീകൾ ഇവിടെ വേട്ടയാടപ്പെടുന്നുണ്ട്. ആണിന്റെ വെർജിനിറ്റി അവന്റെ വാക്കിലും, പെണ്ണിനത് തെളിയിക്കേണ്ടി വരുന്ന ഒരു സാമൂഹ്യ അവസ്ഥ അത് എന്നോ അവസാനിക്കേണ്ടതായിരുന്നു. ഞാൻ എവിടെയോ ഒരു സിനിമയിൽ എന്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, കല്യാണത്തിൻ്റെ അന്ന് ആദ്യ രാത്രി വെളുത്ത ബെഡ്ഷീറ്റ് വിരിക്കുന്നത് പോലും, അല്ലെങ്കിൽ അവിടെ വെള്ളപ്പൂക്കൾ ഉപയോഗിക്കുന്നത് പോലും പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ പെണ്ണിൻ്റെ ചാരിത്രശുദ്ധി തെളിയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലാണെന്ന്. കാരണം അവള് ചാരിത്രശുദ്ധി ഉള്ള പെണ്ണാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ബ്ലഡ് സ്റ്റെയിൻ കാണും. ഇനി അഥവാ വിവാഹത്തിന് മുമ്പോ ചില സമയത്ത് വിവാഹത്തിന് ശേഷമോ പുരുഷന് മറ്റൊരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ, വിവാഹേതര ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണിനോട് സമൂഹം പറയാ, എടോ അത് മറന്നേക്കടോ, ആണുങ്ങളാവുമ്പോൾ അങ്ങനെ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്നിരിക്കും, നീ അതങ്ങ് ക്ഷമിക്ക്, എന്നിട്ട് ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയും. പക്ഷേ ഇതേ അവസ്ഥ വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ ഒരു സ്ത്രീക്കാണ് സംഭവിക്കുന്നതെങ്കിൽ അവൾ ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകാരിയായിട്ട് മാറും. അതൊരു മഹാപാപമാണ്. നമ്മുടെ സിനിമകൾ പോലും അങ്ങനെ തന്നെയാണ് ഈ വിഷയത്തിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ല പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജസ് എന്തൊക്കെയാണ്? അവൾ വളരെ നാണംകുണുങ്ങിയായിട്ടുള്ള, ശാന്തയായിട്ടുള്ള, അതായത് വായിൽ കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്ത, അടക്കവും ഒതുക്കവുമുള്ള, എന്ന് വെച്ചാൽ ആൺ സുഹൃത്തുക്കളെ പ്രതീക്ഷിക്കുകയേ വേണ്ട, ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ യാതൊരു അറിവുമില്ലാത്ത ഇങ്ങനെയുള്ള കുട്ടിയാണ് നല്ലൊരു കുട്ടി എന്ന് പറയാം. വിവാഹത്തിന് മുമ്പ് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ല എന്നുള്ളത് അതൊരു വലിയ ഗുണമായി കരുതിയിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ. ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമയിൽ നിമിഷ സജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അവരുടെ ഭർത്താവിൻ്റെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രത്തിനോട് പറയുന്നുണ്ട്, നമ്മൾ സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് എനിക്ക് നല്ല പെയിൻ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ഫോർ പ്ലേ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഫോർ പ്ലേയുടെ ആവശ്യകത എന്താണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. ഫോർ പ്ലേ ഉണ്ടാവുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാവേണ്ട ഒരു ലൂബ്രിക്കേഷൻ സംഭവിക്കുന്നു. അത് ആണിനും പെണ്ണിനും കുറേയും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ഒരുക്കുകയാണ് ചെയ്യുന്നത് ശാരീരികമായിട്ട്.
അതാണ് ആ പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഭർത്താവ് തിരിച്ച് ചോദിക്കുന്നത് എന്താണ്? ഓ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവാണല്ലേ എന്നുള്ളതാണ്. കാരണം പെണ്ണിന് ആ അറിവുണ്ടാവാൻ പാടില്ല. അവൾക്ക് ആ അറിവുണ്ടെങ്കിൽ അതൊരു മറ്റൊരു പുരുഷൻ കൊടുത്തിട്ടുള്ളതായിരിക്കും. അവളുടെ സ്വഭാവം നല്ലതായിരിക്കില്ല. അങ്ങനെയാണ് അവൾക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളത്. അതേസമയം പുരുഷന് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവാം. അതായത് ലൂബ്രിക്കേഷൻ എന്താണ്, ഫോർ പ്ലേ എന്താണ് എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഭാര്യയ്ക്കറിയാമെങ്കിൽ അവൾ ശരിയല്ല. അതുപോലെ തന്നെയാണ് വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളെക്കുറിച്ച് കാണിക്കുന്നത്. ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഹീറോയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര റൊമാൻസാണ്, അത് ഭയങ്കര ആത്മാർത്ഥമാണ്. അവിടെ ഈവൻ ലൈംഗിക ബന്ധപ്പെടലുണ്ടായിട്ടുണ്ടെങ്കിലും അത് റൊമാൻസാണ്. അത് മാത്രമല്ല, ഒന്നിലധികം ബന്ധങ്ങൾ ആ പുരുഷനുണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ അതൊരു കോമഡി ആയിട്ട് കാണിക്കും, അല്ലെങ്കിൽ അവൻ്റെ കഴിവ് കൂടുതലായിട്ട് കാണിക്കും, അങ്ങനെ അവതരിപ്പിക്കും. അതേസമയം നായികയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സോ കോൾഡ് നായകന്മാരുടെയൊക്കെ നായികമാരായി വരുന്ന കഥാപാത്രങ്ങൾ ഈവൻ അവർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കന്യകത്വം സംരക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ എടുത്തു പറയുന്നൊരു ഉദാഹരണമാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമ. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ അവളുടെ ഭർത്താവിനെ വെട്ടി താഴെയിട്ട്, പിന്നെ അവളുടെ കന്യകത്വം നഷ്ടപ്പെടുന്നില്ലല്ലോ. മിക്കവാറും എല്ലാ സിനിമകളിലും നായകന്മാരുടെ പേർ നായിക, അങ്ങനെ നമ്മുടെ നായികയ്ക്ക് ഐഡൻറ്റിറ്റി ഉള്ളൂ. വളരെ കുറച്ച് സിനിമകളിലാണ് അല്ലാത്ത ഐഡൻറ്റിറ്റി ഉള്ളത്. നായകൻ ഏത് പെണ്ണിനെയാണോ ജീവിതാവസാനം വരെ കൂടെ കൊണ്ട് നടക്കേണ്ടത് അവളെ തൊട്ടിട്ടുള്ള ഒരേ ഒരു പുരുഷൻ നായകൻ മാത്രമായിരിക്കും. അല്ലെങ്കിൽ അവളൊരു മോശക്കാരിയാണ് എന്ന് പറയുന്നൊരു ഇമേജ് എല്ലാ സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും. അവൾക്ക് പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, അവൾക്കൊരു ഫ്രണ്ട്ഷിപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അവളെ സംശയിക്കാനുള്ളൊരു കാരണമായിട്ട് മാറുന്നു. അവൾ സ്വയം അപമാന ഭാരത്താൽ നീറുന്ന ഞാൻ അവിടെ കഴിയേണ്ടി വന്നല്ലോ, ഞാൻ അശുദ്ധയായിപ്പോയി ചേട്ടാ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവളൊരു അപമാന ഭാരം പേറി നടക്കേണ്ട ഒരവസ്ഥയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ രേവതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് നമ്മുടെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠന് ഒരു ഇഷ്ടം ഉണ്ടാകുന്നു. അയാൾക്ക് ഇഷ്ടം തോന്നി, അവളൊരു സ്ട്രോങ് ആയിട്ടുള്ള പെണ്ണാണ് എന്ന് അവതരിപ്പിക്കലാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടിയെക്കുറിച്ച് വാര്യരമ്മാവൻ പറയുമ്പോൾ നീലകണ്ഠൻ പറയുന്നുണ്ട്, അതാടോ ക്യാരക്ടർ എന്ന് പറയുന്നത്, അതാണ് പെണ്ണ്. ഇത്രയും കാലം കണ്ടതൊക്കെ വെറും ശവങ്ങളാണ്, ഇതാണ് പെണ്ണെന്ന്. ഇത്രയും കാലം അയാൾ പല സ്ത്രീകളോടൊപ്പവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ വെറും ശവങ്ങളാണ്, ഇതുമാത്രമാണ് പെണ്ണ്. അതെങ്ങനെയാണ് ശരിയാവുക? അവരും പെണ്ണുങ്ങളായിരുന്നു, അവരുടെ അവസ്ഥയെ ഇവൻ ചൂഷണം ചെയ്തതാണ്. അവരെത്രത്തോളം മോശമാണോ, അവരെ എന്തിൻ്റെ പേരിൽ ശവങ്ങൾ എന്ന് വിളിക്കുന്നു, അതേ കാര്യങ്ങൾ കൊണ്ട് തന്നെ നീലകണ്ഠനും ശവമാണ്. നീലകണ്ഠൻ്റെ മാത്രം ഭാഷയിൽ ഞാൻ ആ സ്ത്രീകളെയും ശവമെന്ന് വിളിക്കില്ല, നീലകണ്ഠനെയും ശവമെന്ന് വിളിക്കില്ല. പക്ഷേ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. ആണിൻ്റെ വേർജിനിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഘടകമല്ല. നമ്മൾ ഈ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ഡയലോഗുകളാണ്. ആണുങ്ങളാവുമ്പോൾ ചളിവെള്ളത്തിൽ അറിയാതെ ചവിട്ടിന്ന് വരും, അത് തൊട്ടപ്പുറത്ത് നല്ല വെള്ളം കാണുമ്പോൾ ഒന്ന് കഴുകി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ പെണ്ണിൻ്റെ കാര്യം അങ്ങനെയല്ല. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണ് കഴിഞ്ഞാലും ഇലയ്ക്കാണ് കേട്. ഇല ഇവിടെ എല്ലാ കാലത്തും പെണ്ണാവുകയും മുള്ള് എല്ലാ കാലത്തും ആണാവുകയും ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കന്യകത്വം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പെണ്ണിന് മാത്രമായി തീരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയൊക്കെ വേർജിനിറ്റിയെ ശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഇവർ അസോസിയേറ്റ് ചെയ്യുന്നത്. ശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഏത് പാതിവൃത്യ ശുദ്ധി, ചാരിത്ര്യ ശുദ്ധി, ഇത് കാത്തു സൂക്ഷിച്ചിട്ടുള്ള പെണ്ണിന് നല്ല ഭർത്താവിനെ കിട്ടും, നല്ല ജീവിതം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് കാലങ്ങളായി ഇവിടെ സ്പ്രെഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ സ്ത്രീയുടെ വേർജിനിറ്റി എന്ന് പറയുന്നത് അവളുടെ മാത്രം വിഷയമല്ല, അത് ആ കുടുംബത്തിൻ്റെ അഭിമാനമാണ്, നാടിൻ്റെ അഭിമാനമാണ്, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കഥകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഇവിടെ സ്ത്രീയെ നമ്മളൊരു വ്യക്തിയായിട്ടല്ല, ബഹുമാനം അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സിമ്പലായിട്ടാണ് അവതരിപ്പിച്ചു വെക്കുന്നത്. ഈ സദാചാരം ഉണ്ടാവുന്നത് പോലും സ്ത്രീയുടെ വേർജിനിറ്റി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്ന ചിന്തയുടെ പുറത്തുനിന്നാണ്. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെയൊക്കെ സ്ത്രീയെ ഒരു ഒബ്ജക്റ്റായി കാണുന്ന ഒരു രീതിയുണ്ട്. അതായത് യൂസ്ഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ട പെണ്ണ് എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ്. അതുകൊണ്ടാണ് ഒന്നിലധികം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ നായകനായി തുടരുകയും നായിക അവളുടെ കന്യകത്വം ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരാളായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണ് ഒന്നിലധികം ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പറഞ്ഞറിവെങ്കിലും ഉണ്ടെങ്കിൽ അവളെ പൊതു ഇടങ്ങളിൽ പോലും അവഹേളിക്കാം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മനസ്ഥിതി ഇവിടെയുണ്ട്. ഇവിടെ സ്ത്രീയുടെ വെർജിനിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈമൻ ഒരു അടിസ്ഥാനമായി പല ആളുകളും കാണുമ്പോൾ പുരുഷൻ്റെ വെർജിനിറ്റി അളക്കാൻ ഇവിടെ മാർഗങ്ങളൊന്നുമില്ല. അതവൻ്റെ വാക്കിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇത് ഡബിൾ സ്റ്റാൻഡേർഡാണ്, സ്ത്രീയോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണ്, ഇറ്റ്സ് അൺഫെയർ. ഇന്നിപ്പോൾ ലിംഗഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ട്രാൻസ്ജെൻഡറുകളാണെങ്കിലും ലോകം കാണലുകളും മനുഷ്യരെ അറിയലും വഴി
തന്നെ ഏതൊക്കെ ചെയിനുകൾ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നതെന്നുള്ള ധാരണ മനുഷ്യർക്കുണ്ട്. അതിനെയൊക്കെ തിരിച്ചറിയാനും ആ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് തൻ്റെ ജീവിതം തൻ്റെ അവകാശമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാം എത്തി. അവനവൻ്റെ സെക്ഷുവാലിറ്റിയും സെക്ഷൽ പ്രിഫറൻസുകളും മനുഷ്യർ മനസ്സിലാക്കുകയും അത് ഉറക്കെ പറയാൻ ആരെയും പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലേക്കും എത്തി. ഞാനൊരു ഉപഭോഗ വസ്തുവല്ല, എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് സ്ത്രീകൾ തിരിച്ചറിയുന്നു. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഈ സാമൂഹ്യ ചിന്തകളെ പിൻപറ്റി ജീവിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർക്കറിയാം. ഈ ലൈംഗിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അത് വെറും ഒരു വാക്കല്ല, അതൊരു ബോധ്യമാണ്. വെർജിനിറ്റി എന്ന് പറയുന്ന പദം ഒരു ജെൻഡറിനെ ഉപഭോഗ വസ്തുവാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ അതിനെ പുച്ഛത്തോടെ കാണുകയും ഒരാളെ അളക്കേണ്ടത് അയാളുടെ സംസ്കാരത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന്. എനിക്കൊരു വെർജിനായിട്ടുള്ള പെണ്ണിനെയാണ് വേണ്ടത് എന്നൊരു പുരുഷൻ പറയുന്ന സമയത്ത് നമ്മളതിനെ പുച്ഛത്തോടെ കാണുന്നതിൻ്റെ കാരണം ഇവിടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാത്ത ആരും തന്നെയില്ല, പ്രായപൂർത്തിയായാൽ എല്ലാവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് കൊണ്ടല്ല. സ്വന്തം ജീവിതത്തിലേക്ക് വളരെയധികം സ്വാധീനം ചെലുത്താവുന്ന പല ഇൻപുട്ടുകളും തരാൻ കഴിയുന്ന ആളെ പോലും വെർജിനിറ്റി വെച്ച് അളക്കുന്ന സമയത്ത് അയാൾ കാണുന്നത് യൂസ്ഡ് അല്ലാത്ത ഒരു ശരീരമാണ് വലുതെന്നാണ്. ആ മണ്ടത്തരത്തിനെയാണ് നമ്മളിവിടെ പുച്ഛിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ അരക്കെട്ടിൻ്റെ ഉള്ളിൽ അവൾക്ക് പോലും വേണ്ടാത്ത, ഈ ലോകത്ത് ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കാത്ത, ഒരാളുടെയും ജീവിതത്തിൽ ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് എന്നെ ആണാക്കുന്നത്, അതിലാണ് എൻ്റെ ആത്മാഭിമാനം ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷനെ പുച്ഛിക്കാതെ നമ്മൾ എന്താ ചെയ്യുക? ഇനി ഈ ഒരു റീലിലേക്ക് വരുന്ന സമയത്ത് റീൽ മുഴുവൻ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവരൊരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അവൻ അവളോട് ചോദിക്കുന്നു, നീ ഒരു വേർജിൻ ആണോ എന്നുള്ളത്. അവൾ വളരെ ഓണസ്റ്റായിട്ട് പേടിക്കാതെ പറയുന്നുണ്ട്, ഞാൻ വേർജിൻ അല്ല, അതിനിപ്പോൾ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അവൻ്റെ പ്രിഫറൻസാണ് പറയുന്നത്, ഞാനൊരു വേർജിനായിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണർ വേർജിൻ ആയിരിക്കണം എന്നൊരു നിർബന്ധമുണ്ടെന്ന്. ഇവിടെ ഈ കോൺവെർസേഷൻ്റെ ഒരു ബ്യൂട്ടി ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം മുമ്പത്തെ റിലേഷൻഷിപ്പുകൾ എടുത്ത് നോക്കിയാൽ ഇപ്പോഴത്തെ കാര്യം എനിക്ക് എക്സാക്ട്ലി എടുത്ത് പറയാൻ അറിയില്ല. ആളുകൾ ഏറ്റവും ലീസ്റ്റായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒന്നാണ് പ്രിഫറൻസുകൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളത്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുക. മറ്റേ ആളുടെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെപ്പോലും ഞാൻ ഇഷ്ടമാണെന്ന് അഭിനയിക്കുക, അതുപോലെ തുറന്ന് പറയേണ്ട, പ്രത്യേകിച്ച് സെക്ഷൽ പ്രിഫറൻസുകൾ പോലെയുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാതിരിക്കുക. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും പിൻവാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇത് അവതരിപ്പിക്കപ്പെടുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടുക എന്ന് പറയുന്ന ആ സാഹചര്യത്തിനെ അവരൊരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ അഡ്രസ്സ് ചെയ്തു. അവരാദ്യമേ കാര്യങ്ങൾ പറഞ്ഞു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്കും പറയാൻ ആഗ്രഹമുള്ളതാണ്, ഏതൊരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലോ ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും, ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ തുറന്ന് സംസാരിക്കുക. ആദ്യം നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റണം. നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രിഫറൻസുകളും അറ്റ്ലീസ്റ്റ് നമ്മളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പാർട്ട്ണറോട് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അത് ആ പാർട്ട്ണറോട് കാണിക്കുന്ന ഒരു അനീതിയാണ്. കുറേ കാലത്തിന് ശേഷം നമ്മുടെ പ്രിഫറൻസ് ഇങ്ങനെ ആയിരുന്നു, പക്ഷേ ഈ റിലേഷൻഷിപ്പിനെ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സേവ് ചെയ്യപ്പെടുന്നൊരു റിലേഷൻഷിപ്പ് നമ്മളെ അവസാനം കുഴി കൊണ്ട് ചാടിക്കുകയുള്ളൂ. റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നുണകൾ പറയാതിരിക്കുക, പ്രിഫറൻസുകൾ പറയാതെ ഒതുക്കി വെക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ പയ്യൻ ഞാൻ വെർജിനാണ്, അതുകൊണ്ട് എൻ്റെ പാർട്ട്ണർ വെർജിൻ ആയിരിക്കണമെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി തിരിച്ച് പറയുന്നത്, എടാ നീ ഏത് ജനറേഷനിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾ ഈ ജനറേഷന് ചേർന്നിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും പ്രിഫറൻസുകൾ ഉണ്ടാവും, പ്രിഫറൻസുകൾ ഉണ്ടാവണം. അല്ലാതെ എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം, എല്ലാം അവൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് അത് ആക്ച്വലി നമ്മളെ സപ്രസ് ചെയ്യുന്നത് പോലെയാണ്. നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഇന്ന ഹൈറ്റ് വേണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഹൈറ്റിൻ്റെ പേരിൽ ഞാൻ ലോകത്ത് ആരെയും ജഡ്ജ് ചെയ്യാത്തിടത്തോളം, ആരെയും കുറ്റം പറയാത്തിടത്തോളം എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയായിരിക്കണമെന്നല്ലേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ആ ഒരു പ്രിഫറൻസ് എടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളോടൊപ്പം ജീവിച്ചാൽ മതി. അവനും അതുപോലൊരു ഒപ്പീനിയനാണ് പറയുന്നത്. ആ സമയത്ത് നീ ഈ ജനറേഷനിൽ പെടുന്ന ആളല്ല, ഈ ജനറേഷനിൽ പെടുന്ന ആളാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് മോശമാണ്. അതായത് ഉത്തമ, ഒരാൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ട്, അതിൻ്റെ പേരിൽ മറ്റാരെയും അയാൾ ജഡ്ജ് ചെയ്ത് മോശമായി ചിത്രീകരിക്കാത്തടുത്തോളം അയാളുടെ പ്രിഫറൻസുകളെ മോശമായി ചിത്രീകരിച്ച് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞതിലെ ഒരു പോയിന്റ് ഇരിക്കുന്നത്, വെർജിനിറ്റി എന്ന് പറയുന്നത് അതൊരു കൺസെപ്റ്റ് മാത്രമാണെന്നും അതൊരു തെറ്റായ ചിന്താഗതിയാണെന്നും എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൊരു ജനറേഷനാണ് നമ്മുടെ. അപ്പോൾ അവൻ്റെ തെറ്റായ ധാരണയെ അവൾക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ അപ്പോൾ പോലും നീ ഈ ജനറേഷനിൽ ഫിറ്റിനാവണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലെ അവതരണം തെറ്റായിരുന്നു. ഇനി നമ്മുടെ കാമുകൻ പറഞ്ഞ ഡയലോഗിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞാൻ വേർജിനാണ്, അതുകൊണ്ട് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണും വേർജിൻ ആയിരിക്കണം. ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ഇതിനു മുമ്പൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ദുബായ് പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും ദുബായ് പോയിട്ടുണ്ടാവാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ്. കാരണം
ഇത് കേൾക്കുന്ന സമയത്ത് കുറച്ച് ജീവിതാനുഭവങ്ങളൊക്കെയുള്ള ഒന്നോ അതിലധികമോ റിലേഷൻഷിപ്പുകൾ ലൈഫിലുണ്ടായിട്ടുള്ള ഏതൊരാൾക്കും മനസ്സിലാവും വെർജിനിറ്റിയേക്കാൾ കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. പക്ഷേ ആ ഘടകങ്ങളെക്കാളൊക്കെ കൂടുതൽ അവൻ ഏറ്റവും ആദ്യം അവൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എടുത്തു വെക്കുന്നത് വെർജിനിറ്റിയാണ്. അവനോട് ആ പ്രിഫറൻസ് വേണ്ടാന്ന് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് പാർട്ട്ണറിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും. ആ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് ആവശ്യമായ മറ്റു ക്വാളിറ്റീസും ഉണ്ടാവും. ഞാൻ പക്ഷേ ഈ മറ്റു ക്വാളിറ്റീസിനേക്കാൾ കൂടുതൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസിൽ ഞാൻ ഫോക്കസ് ചെയ്യും. എന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആജീവനാന്തം ഭയങ്കര അസ്വസ്ഥനായിരിക്കും. എന്ന് വെച്ചാൽ എന്നാലും എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടിയില്ലല്ലോ, അങ്ങനെ ഒരാളെ ഞാൻ വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ പാർട്ട്ണറെ തന്നെ കമ്പയർ ചെയ്ത് പോയി എന്ന് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവനിപ്പോൾ അവൻ്റെ പ്രിഫറൻസ് ഇതാണെന്ന് വിചാരിച്ച് അവൻ അതുമായി മുന്നോട്ട് പോട്ടെ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ ഒരു കാര്യം, ആ ഒരു ഫാക്ടർ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴും ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ, റിലേഷൻഷിപ്പ് സസ്റ്റൈനബിളായി മുന്നോട്ട് പോകാൻ ആവശ്യമായ മറ്റ് ഘടകങ്ങളെക്കുറിച്ച് അവൻ തിരിച്ചറിയുള്ളൂ. അതൊരു എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ പ്രണയത്തിൽ നമ്മൾ ഇന്ന ഘടകങ്ങൾ വേണമെന്ന് വിചാരിക്കും. ആ പ്രേമം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഘടകങ്ങൾ ഇത് ശരിയാവില്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നതും ബ്രേക്കപ്പിലേക്ക് പോകുന്നതും. ഓരോ റിലേഷൻഷിപ്പും നമ്മളെ ലൈഫിൽ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. അവന് അങ്ങനെ ഈ ഒരു ഘടകത്തിൽ ഒരു പാഠം ഇതുവരെ കിട്ടിയിട്ടില്ല. അവൻ മുന്നോട്ട് പോട്ടെ, അവന് അവൻ്റെ ഇഷ്ടമനുസരിച്ച് അവനെപ്പോലെ വേർജിനായിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടട്ടെ. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ തിരിച്ചറിയും അവൻ്റെ ലൈഫിൽ വേറെ ചില കാര്യങ്ങളും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിക്കണമെന്ന്. ഇപ്പം അവനെ ജഡ്ജ് ചെയ്ത് തിരുത്തിയിടാ ഇതൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കഴിഞ്ഞാലും അവൻ്റെ ഉള്ളിനുള്ളിൽ ഈ സംശയം അവിടെ കിടക്കും. അത് അവൻ്റെ ലൈഫ് മാത്രമല്ല, അവൻ്റെ ലൈഫിലേക്ക് വരുന്ന പെൺകുട്ടിയുടെ ലൈഫും വളരെ മോശമായിട്ട് ബാധിക്കും. ഈ അൺലേണിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. കാര്യങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ട്, സിനിമകളിൽ കണ്ട്, പരസ്യങ്ങളിൽ കണ്ട്, ഷോർട്ട് ഫിലിംസിൽ കണ്ട്, കൂട്ടുകാർ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ കേട്ടറിഞ്ഞ് നമ്മുടെ ഉള്ളിൽ കിടക്കുക. ഇത് അൺലേൺ ചെയ്യുക എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഒത്തിരി എഫേർട്ട് വേണ്ടുന്ന പ്രോസസ്സാണ്. അങ്ങനൊരു പെയിൻ അവൻ്റെ ജീവിതത്തിൽ നേരിട്ടറിയാതെ അവൻ അൺലേൺ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന നിരാശയുടെ എലമെൻ്റ് അവിടെ കിടക്കും. എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ രണ്ട് ജീവിതങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? അതുകൊണ്ട് അവൻ തപ്പി നടക്കട്ടെ, അവന് വേർജിനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഇതൊരു സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമാണ്. ശാസ്ത്രീയമായി അടിത്തറയില്ലാത്ത ഒരു പെൺകുട്ടിയെ ആസ് എ പേഴ്സൺ അവളുടെ വേർത്തിനെ കുറച്ച് കാണുന്ന, അവളെ ഒരു ഒബ്ജക്റ്റ് മാത്രമായി യൂസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമായി കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇനി ഈ റീലിൽ അവൻ പറയുന്ന വർത്തമാനത്തിൽ വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് മോശമാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, നിനക്ക് നിന്നെപ്പോലത്തെ ഒരാളെ കിട്ടുമായിരിക്കും എന്നവൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നീ വേർജിനല്ലല്ലോ, അപ്പോൾ വേർജിനല്ലാത്ത ഒരുത്തനെ തന്നെ നിനക്ക് കിട്ടൂടി എന്ന് പറയുന്നത് പോലത്തെ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ആ ഡയലോഗ് വന്നതെങ്കിൽ അത് വളരെ മോശമാണ്. അതേസമയം നിനക്ക് നിന്നെപ്പോലെ ചിന്തിക്കുന്ന, അതായത് ലൈംഗികതയിലല്ല, വേർജിനിറ്റിയിലല്ല ജീവിതം ഇരിക്കുന്നത്, വേറെയും ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, പാർട്ട്നേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ നിനക്ക് കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു ആശംസയിലാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. അല്ലാത്ത പക്ഷം വേർജിനായിട്ടുള്ള ആമ്പിള്ളേർക്ക് മുഴുവൻ വേർജിനായിട്ടുള്ള പെണ്ണുങ്ങളെ തന്നെ കിട്ടണം എന്നൊക്കെ പറയുന്ന, വീണ്ടും നമ്മൾ സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റ് മാത്രമായി കാണുന്ന, അവളുടെ നെറ്റ് വർത്ത് ഒരു തൊലിയുടെ കനം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തിലേക്ക് ഒതുക്കുന്നത്, അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ആശ്വാസം തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ റീല് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അവൻ കുറ്റപ്പെടുത്തിയില്ല, അവൻ അവഹേളിച്ചിട്ടില്ല. അവൻ പറഞ്ഞത് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നമ്മളിത് തുടക്കത്തിലേ അറിഞ്ഞത് നന്നായി, കുറച്ചും കൂടി പോയാൽ ബുദ്ധിമുട്ടായേനെ, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാണോ. അതായത് അവൻ അവളെ അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്ത് മാറ്റി നിർത്തുകയോ മോശക്കാരിയാണെന്ന് 4 പേരോട് പറയുകയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് അവളെ മോശക്കാരിയാക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കുന്നതിന് പകരം അതൊരു ആശംസയിൽ ഒതുക്കി നല്ലൊരു സൗഹൃദത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് അത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ ചിന്തയെ ഫോളോ ചെയ്യണം. അവൻ തന്നെ ആ റീലിൽ പറയുന്നത്, ഞാൻ സൊസൈറ്റിയിലുള്ള ആരെയും ഇതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യുന്നൊന്നും ഇല്ലടോ എന്ന് പറയുന്നതാണ്. അതും വളരെ 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 പോസിറ്റീവായിട്ടുള്ള, സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കമൻറ്റ് ബോക്സിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഡയലോഗ് പറയുന്നവരെ അല്ല കാണുക. ഈ ഒരൊറ്റ ടേമിനെ ഉപയോഗിച്ചുകൊണ്ട്, വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു ടേമിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കുന്ന രീതിയിൽ, സ്ത്രീകളെ മുഴുവൻ മോശക്കാരികളായി ചിത്രീകരിക്കുന്ന, ആക്രമിക്കുന്ന കുറേ ആളുകളെയാണ്.
അവരെ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ തിരുത്താനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ തെറ്റായ ധാരണകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് മനുഷ്യരെ ജഡ്ജ് ചെയ്ത് പെൺകുട്ടികളിൽ കുറ്റബോധം ഉണ്ടാക്കുകയും അതേസമയം ആൺകുട്ടികളിൽ അവകാശബോധവും വളർത്തുകയും ചെയ്യുന്ന ഈ ടോക്സിക് ആശയത്തിനെ പിൻപറ്റിയാണ് അവർ ജീവിക്കുന്നത്. ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് അത് കുടുംബത്തിൻ്റെയോ നാടിൻ്റെയോ ഭർത്താവിൻ്റെയോ ഒന്നും സ്വത്തല്ല എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് അവർക്ക് വളരാൻ പറ്റിയിട്ടില്ല. അവർ ഈ വേർജിനിറ്റിയെ കാണുന്നത് ഒരു മോറൽ സർട്ടിഫിക്കറ്റാണ്. ആ പെൺകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, നല്ല കുട്ടി കേട്ടോ എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ കൺസ്യൂം ചെയ്തിട്ടുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു ആ പയ്യൻ്റെ പ്രിഫറൻസ് ആണ് അവൻ പറഞ്ഞത്. പക്ഷേ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എവിടെയാണോ നിങ്ങൾ കളിയാക്കാൻ ആരംഭിക്കുന്നത് അവിടെ കൊണ്ട് തീർന്നു. അവൻ കൃത്യമായിട്ടുള്ള സ്കെയിലാണ് പറഞ്ഞത്, എടോ ഇതാണ് എൻ്റെ പ്രിഫറൻസ്, എനിക്ക് നിന്നെ പാർട്ട്ണറാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ നല്ല സുഹൃത്തുക്കളായി തുടരും, നിനക്ക് നിൻ്റെ ജീവിതം എന്ന് അവൻ പറഞ്ഞ് നിർത്തി പരിപാടി കഴിഞ്ഞു. പക്ഷേ കമൻറ്റ് ബോക്സിൽ സംഭവിക്കുന്നത് കളിയാക്കലുകളാണ്. ഇങ്ങനെയുള്ളവളുമാർ കിണർന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ആളുകളെ വരെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാം. ആ കമൻറ്റൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര പോലും ബോധമില്ലാത്ത, ശരീരത്തെക്കുറിച്ച് ധാരണയില്ലാത്ത, ലൈംഗികതയെക്കുറിച്ച് മിനിമം വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടി വരുന്ന ആളുകളില്ലേ, അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അവർക്ക് സ്ത്രീകളെന്ന് പറയുന്നത് മനുഷ്യരല്ല, ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് പെൺകുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാകാൻ ഇടയാക്കുന്നൊരു ഡയലോഗായിരിക്കും. പക്ഷേ നമ്മൾ ഇത്തരം ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നൊരു ഡയലോഗ്, ഈ പറയുന്ന ഹൈമൻ അല്ലെങ്കിൽ കന്യാജന്മം, അതിനെ സീൽ എന്നാണ് കുറേ ആളുകൾ വിശേഷിപ്പിക്കുക. സീല് പൊട്ടിക്കുക എന്നുള്ളതാണ്. സീല് പൊട്ടിക്കുന്നത് ആണെന്തോ വലിയ കഴിവായിട്ടാണ്, അവളുടെ സീല് പൊട്ടിച്ചത് ഞാനാണ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ സീല് പൊട്ടിയതാണ് എന്ന് പറയുന്ന, അവളെ അവഹേളിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, യാതൊരു നീതിയുമില്ലാത്ത ഈ പഴയ ചിന്തകളെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടു കിടക്കുകയും ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമാണത്. ഈ അടുത്ത് കണ്ട ഒരു റീലിൽ ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു ഡോക്ടറുടെ. അതിൽ ആ ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ ഹൈമൻ ഫിക്സ് ചെയ്യാൻ വരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ്. അതായത് ഞാൻ വേർജിനാണ് എന്ന് പുരുഷന് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലായി ഇത് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഡോക്ടർ പറഞ്ഞതായിട്ട് തന്നെ കേട്ടതാണ്, ഈ ഹൈമൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയത്തോ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ ഒക്കെ റപ്ചർ ആവുന്ന കാര്യങ്ങളാണ്. അതിന് ലൈംഗിക വീഴ്ച വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പല സ്ത്രീകൾക്കും പല രീതിയിലാണ് ഇത് ഉണ്ടാവുക. പക്ഷേ ഈ കൺസെപ്റ്റിനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആദ്യ രാത്രിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ലൈംഗിക വീഴ്ചയിൽ രക്തം വന്നില്ലെങ്കിൽ ഇവള് മോശക്കാരിയാണ് എന്ന് ചിന്തിക്കാൻ കാത്തിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് പോകാൻ പേടിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എത്ര ഭീകരമായിരിക്കും. അവളെ എത്ര മോശമായിട്ടായിരിക്കും അല്ലെങ്കിൽ എത്ര മോശം രീതിയിലായിരിക്കും ഈ വിവാഹം കഴിക്കുന്നയാളും അയാളുടെ കുടുംബവും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം അവളുടെ സ്വഭാവത്തിനോ അവളുടെ കഴിവുകൾക്കോ ഒന്നുമല്ല ഇവിടെ പ്രാധാന്യമുള്ളത്. അവളുടെ വജൈനയ്ക്കകത്തിരിക്കുന്ന ഒരു വളരെ ചെറിയൊരു പാർട്ടിനാണ്. എല്ലാ മഹിമയും സ്ത്രീയുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് അവളുടെ വേർജിനിറ്റിയിലാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ മാനാഭിമാനങ്ങൾ ഇരിക്കുന്നതെന്നൊക്കെയുള്ള ചിന്താഗതികളിൽ മാറ്റമുണ്ടാവണമെന്ന് കുറേ കാലങ്ങളായി നമ്മൾ പറയുന്നു, ആഗ്രഹിക്കുന്നു. ആൻഡ് ഈ റീല് കണ്ട് അസ്വസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരോട് പറയാനുള്ളത്, നെവർ ലെറ്റ് എനിവൺ ഡിഫൈൻ യുവർ വർത്ത്. നിങ്ങളുടെ മൂല്യം അളക്കാൻ മറ്റാരെയും അനുവദിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ തന്നെ നിർണ്ണയിക്കേണ്ടതാണ്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ, മനസ്സിലാക്കാനാവാത്തവർ ഇനിയും വെർജിനിറ്റി തേടി അലയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക.